Good morning. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാളിറ്റി മാനേജ്മെന്റിനുള്ള ചാപ്റ്ററിലെ പ്രിൻസിപ്പിൾസ് ആ പറഞ്ഞല്ലേ, പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലേ. അതിന്റെ 1-2 പാരഗ്രാഫ് കഴിഞ്ഞായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മള് ഏതാണ് ഇൻവോൾവ്മെന്റ്. ആ ഒരു പാരഗ്രാഫ് തുടങ്ങിയല്ലേ നമുക്ക് തുടങ്ങണ്ടേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോല്ല ആ പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ അല്ലാതെ ഫുള്ള് ബൈഹാർട്ട് ചെയ്യേണ്ട, അത് നോക്കണ്ട. ആ അണ്ടർലൈൻ ഇട്ട് തരുന്ന പോയിന്റ്സുകൾ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാകത്തിനുള്ളതാണ് അണ്ടർലൈൻ ചെയ്ത് തരുന്നത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിടുക. നമ്മൾ പറഞ്ഞത് എന്താണ്, ഇൻവോൾവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് ഓൾ ലെവൽ ഈസ് ക്രൂഷ്യൽ ടു അച്ചീവിംഗ് ദ ഗോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ, പ്രൊഡക്റ്റ് ഓഫ് സർവീസസ് അല്ലെ. ഒരു ഓർഗനൈസേഷന്റെയോ ഒരു പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഒക്കെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വേണം, എല്ലാ ലെവലിലുമുള്ള ഇൻഡിവിജ്വൽസിന്റെ ഇൻവോൾവ്മെന്റ്, പങ്കാളിത്തം ആവശ്യമാണ്. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടായിരുന്നോ? ആ 2 പോയിന്റ് വരെയായിട്ടാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തായിരുന്നല്ലേ. നോക്കിയേ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഒരു ഓർഗനൈസേഷന്റെയോ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എല്ലാ ലെവലിലുമുള്ള വ്യക്തികളുടെ ഇൻവോൾവ്മെന്റ്, പങ്കാളിത്തം ആവശ്യമാണ്. ഇന്നത്തെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബിൽഡ് ഓൺ ദ സ്ട്രെങ്ത് ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് ദ പീപ്പിൾ. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്? ഓൺ ദ സ്ട്രെങ്ത് ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് ഹിസ് പീപ്പിൾ. ആളുകളുടെ ശക്തിയിലും കമ്മിറ്റ്മെന്റ്, ആ ഒരു പ്രതിബദ്ധതയിലുമാണ് കെട്ടിപ്പിടിക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിലെ ജനങ്ങളുടെ സ്ട്രെങ്ത്, ശക്തിയിലും പ്രതിബദ്ധതയിലും കെട്ടിപ്പിടിക്കുന്നു. ഇറ്റ് ഈസ് ഐഡിയൽ, ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ടു ഹാവ് ആൻ enthusiastic workers who are competent in a particular role within the process. അപ്പൊ ആ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താണ്, നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ എല്ലാ ഇൻഡിവിജ്വലിന്റെയും ഒരു പങ്കാളിത്തം വേണം. അല്ലെങ്കിൽ ഒരാൾ മാത്രം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്, അതിനുള്ളിലുള്ള എല്ലാവർക്കിടെയും എന്താ ഇൻവോൾവ്മെന്റ് വേണം. അപ്പൊ നമ്മൾ അവിടുത്തെ വർക്കേഴ്സ് എന്താണ് സംതൃപ്തരാക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവര് സന്തോഷം നല്ല ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സന്തോഷകരമായിട്ടുള്ള വർക്കേഴ്സ് അല്ലെ, അതിന് ആ വർക്കേഴ്സ് ഉണ്ടായിരിക്കണം. എന്താണ്, ആ ഒരു പ്രത്യേക പ്രോസസ്സിൽ ആ പ്രത്യേക കഴിവുകളുള്ള അതിന് ആപ്റ്റായിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന് എന്ത് പ്രാധാന്യം ഉണ്ടെന്നാ പറഞ്ഞേക്കണേ, enthusiastic വർക്കേഴ്സ്. അതില് സന്തോഷമുള്ള അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സന്തോഷകരമായ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രോസസ്സില് നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. By respecting those at all levels, there is an important in job satisfaction, motivation, and collaboration. Thus, better feedback for improvement within all stages of the process. ഇനി എന്ത് വേണം അവിടെ? By respecting those at all levels, എല്ലാ ലെവലിലുമുള്ള ആളുകളെ, എല്ലാ തരത്തിലുള്ള ആളുകളെ ബഹുമാനിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? There is an important in job satisfaction. എന്ത് ചെയ്യാം? ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും. There is an improvement, നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. ജോബ് സാറ്റിസ്ഫാക്ഷൻ, അത് കൊടുക്കുന്ന മോട്ടിവേഷൻ ആൻഡ് കൊളാബറേഷൻ, സഹകരണം, ഇതെല്ലാം മെച്ചപ്പെടുത്താൻ പറ്റും. എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും? ബൈ റെസ്പെക്ടിങ് ദോസ് അറ്റ് ഓൾ ലെവൽ, എല്ലാ ലെവലിലുമുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ, ബഹുമാനിക്കുന്നതിലൂടെ നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും. എന്തില്? ജോബ് സാറ്റിസ്ഫാക്ഷൻ, മോട്ടിവേഷൻ, കൊളാബറേഷൻ, ഇതിലൂടെ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും. Thus, better feedback for improvement within all stages of the process. പിന്നെ അതുപോലെ തന്നെ എന്താ ഫീഡ്ബാക്കും
നല്ലൊരു ഫീഡ്ബാക്കും നമുക്ക് ഇംപ്രൂവ്മെന്റിനുള്ള കാര്യമല്ലേ അല്ലേ? നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക്, ഇംപ്രൂവ്മെന്റിനുള്ള ഫീഡ്ബാക്കും അതിലൂടെയും നമുക്ക് പ്രോഗ്രസ്, ആ ഒരു പുരോഗതി കൈവരിക്കാൻ പറ്റും അല്ലെ? ആളുകളുടെ ആ ഫീഡ്ബാക്കിൽ നിന്നും അല്ലെ, ആ ഫീഡ്ബാക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെയും നമുക്ക് അവിടെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പറഞ്ഞേക്കണ ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാ? നമ്മൾ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്റ്റേജസും, ആ പ്രോസസ്സിന്റെ എല്ലാ സ്റ്റേജസിനുള്ളിലുള്ള ആ ഫീഡ്ബാക്ക്, നല്ലൊരു ഫീഡ്ബാക്കിലൂടെയും നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. For instance, in the operating room for OR, all providers have a non-pre-identified role. അല്ലെ? അതായത് നമുക്ക് ഈ ഒരു സംഭവത്തെ പറയുകയാണെങ്കിൽ, അതായത് ഓപ്പറേറ്റിംഗ് റൂമിലെ എല്ലാ പ്രൊവൈഡേഴ്സും, ഓപ്പറേറ്റിംഗ് റൂമിലെ എല്ലാ കെയർ പ്രൊവൈഡേഴ്സിനും എന്തുണ്ടാവും? ഹാവ് എ നോട്ട് പ്രീ ഐഡന്റിഫൈഡ് റോൾസ്. അവർക്കൊരു മുൻകൂട്ടി എല്ലാവർക്കും അറിയപ്പെടുന്നതും അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഓരോ റോളുകൾ ഉണ്ടാവാം അല്ലെ? ഓരോ ആളുകൾക്കും, ഓപ്പറേറ്റിംഗ് റൂമിലുള്ള ഓരോ ആളുകൾക്കും എന്താണ്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതും അതുപോലെ അറിയപ്പെടുന്നതുമായിട്ടുള്ള റോളുകൾ ഉണ്ടാവാം. വെദർ, അതിനൊരു ഇതാ പറഞ്ഞേക്കുന്നത്, വെദർ ഇറ്റ് ഈസ് എ സ്ക്രബ് ടെക്നീഷ്യൻ. ഒരു സ്ക്രബ് ടെക്നീഷ്യൻ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്താ റോള്? മോണിറ്ററിംഗ് ദ സ്റ്റെറൈൽ ഫീൽഡ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. വെദർ എല്ലാവർക്കും അവരുടേതായ റോളുകൾ ഉണ്ടാവാന്നാ പറഞ്ഞേക്കുന്നത്. അതൊരു സ്ക്രബ് ടെക്നീഷ്യൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ റോൾ എന്താ? വെദർ ഇറ്റ് ഈസ് എ സ്ക്രബ് ടെക്നീഷ്യൻ മോണിറ്ററിംഗ് ദ സ്റ്റെറൈൽ ഫീൽഡ്. ആ സ്റ്റെറൈൽ ഫീൽഡ് മോണിറ്റർ ചെയ്യുക അല്ലെ? സ്ക്രബ് ടെക്നീഷ്യൻ എന്താ ചെയ്യുന്നത്? preparing the operating room and maintaining a sterile environment. ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുക, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഈ സ്ക്രബ് ടെക്നീഷ്യൻ ആണ്. അദ്ദേഹം അവിടുത്തെ സ്റ്റെറൈൽ ഫീൽഡ് മോണിറ്റർ ചെയ്യുന്നു. The anesthesiologist evaluate the patient vital. ഇനി അനസ്തേഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതോ? Or the nurses who is leading the pre-operative time out. ഈ നേഴ്സ് എന്ത് ചെയ്യുന്നു? പ്രീ ഓപ്പറേറ്റീവ് ടൈം ഔട്ട് അല്ലെ? അതായത് നമുക്ക് എന്താ ഓപ്പറേഷന് മുന്നുള്ള ആ കാര്യങ്ങൾ, പ്രീ ഓപ്പറേറ്റീവ് ടൈം ഔട്ട്, കറക്റ്റ് പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ അത് കറക്റ്റ് പ്രൊസീജിയർ ആണോ, അതൊക്കെ കറക്റ്റ് സർജിക്കൽ ആ ഒരു സൈറ്റ് ഇതൊക്കെയാണോ എന്നൊക്കെ കൺഫേം ചെയ്യാണ് ഇത് നേഴ്സിംഗ്. ആ നേഴ്സ് അവിടെ ഓപ്പറേറ്റിംഗ് റൂമില് നേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അറിയപ്പെടുന്നതും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുമുള്ളതായിട്ടുള്ള റോളുണ്ട്. അതൊരു സ്ക്രബ് ടെക്നീഷ്യൻ ആണെങ്കിൽ സ്റ്റെറൈൽ ഫീൽഡ് അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നു. അനസ്തേഷ്യോളജിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ദ പേഷ്യൻസ് അല്ലെ? പേഷ്യൻസിന്റെ വൈറ്റല് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതോ. നേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ആ നേഴ്സ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? അത് ആ പ്രീ ഓപ്പറേറ്റീവ് ടൈം ഔട്ട്, ആ ഓപ്പറേഷന് മുന്നുള്ള കാര്യങ്ങള് അതിനുള്ള മേൽനോട്ടം വഹിക്കുന്നു. ആ പാരഗ്രാഫിൽ ആ 3 എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്ന അത് 3 ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടാ. ഇനി നെക്സ്റ്റ് നോക്കിയ ഫീഡ്ബാക്ക് ഫ്രം ഓൾ പ്രൊവൈഡേഴ്സ്. എല്ലാ പ്രൊവൈഡേഴ്സിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് എന്ത് വേണം? ഈസ് എസെൻഷ്യൽ ടു എൻഷുർ ദേ ക്യാൻ പെർഫോം ദെയർ ജോബ് അറ്റ് ഹൈ ലെവൽ പോസിബിൾ അല്ലെ? എല്ലാ പ്രൊവൈഡേഴ്സുമാരിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. എന്തിനു വേണ്ടി? ദേ പെർഫോം ദെയർ ജോബ് അറ്റ് ഹയസ്റ്റ് ലെവൽ. ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ അവരുടെ ജോലികൾ നിർവഹിക്കാൻ എന്ത് വേണം? ഒരു ഫീഡ്ബാക്ക് വേണം. എല്ലാ പ്രൊവൈഡേഴ്സിൽ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നുമുള്ള ഒരു ഫീഡ്ബാക്ക് അത്യാവശ്യമാണ്. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്തോട്ടാ. Feedback from all providers is essential.
Feedback from all providers is essential to ensure they can perform their job at the highest level possible. ഏറ്റവും സാധ്യമായിട്ടുള്ള ആ ലെവലില്, ആ ഉയർന്ന ലെവലിൽ തന്നെ അവരുടെ ജോലി അത് പെർഫോം ചെയ്യാനായിട്ട് എന്താണ് എല്ലാ പ്രൊവൈഡേഴ്സിനും എന്താണ് എല്ലാ ലെവലിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആവശ്യമാണ്. അപ്പൊ അവർക്ക് ഏറ്റവും പറ്റുന്ന രീതിയിൽ, ഏറ്റവും സാധ്യമായിട്ടുള്ള ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെ അവരുടെ ജോലി നിർവഹിക്കാനായിട്ട് എല്ലാ പ്രൊവൈഡേഴ്സിൽ നിന്നുമുള്ള ഫീഡ്ബാക്ക് അത്യന്താപേക്ഷിതമാണ്. ആ ഒരു പാരഗ്രാഫിലെ 3 കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. സ്ക്രബ് ടെക്നീഷ്യൻ സ്റ്റെറൈൽ ഫീൽഡ് മോണിറ്റർ ചെയ്യുന്നു. അനസ്തേഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ വൈറ്റൽസ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. നേഴ്സ് എന്ത് ചെയ്യുന്നു? ലീഡിംഗ് ദ പ്രീ ഓപ്പറേറ്റീവ് ടൈം ഔട്ട്. ഓപ്പറേഷന് മുന്നിൽ തന്നെ കറക്റ്റ് പേഷ്യന്റ് ആണോ, കറക്റ്റ് പ്രൊസീജിയർ ആണോ, സർജിക്കൽ സൈറ്റ് കറക്റ്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം ഓപ്പറേഷന് മുന്നിലുള്ള കാര്യങ്ങളൊക്കെ നേഴ്സ് അവിടെ ആ പ്രവർത്തനങ്ങളൊക്കെ നേഴ്സ് ലീഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞത് എല്ലാ പ്രൊവൈഡേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ജോലി ഏറ്റവും സാധ്യമായ ലെവലില് പെർഫോം ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? എല്ലാ പ്രൊവൈഡേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അത്യന്താപേക്ഷിതമാണ്. ആ 3 കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പാരഗ്രാഫ്. പ്രോസസ് അപ്രോച്ച് is key to achieving consistent desired outcome. Underline ചെയ്തോ ട്ടോ. Dash is key to achieving a consistent and desired outcome. എന്താണ് പ്രോസസ് അപ്രോച്ച്? Process approach is key to achieving a consistent എന്ന് വെച്ചാൽ ഒരു സ്ഥിരമായിട്ടുള്ള, desired outcome എന്ന് വെച്ചാൽ ആവശ്യമായിട്ടുള്ള, സ്ഥിരവും ആവശ്യമായിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് നേടുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നത്. While it is often multiple interrelated process that they are required to achieve the ideal outcome, these all must function consistently and as a unit to thrive. ഇനി എന്താ നമുക്ക് ഈ അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ? അനുയോജ്യമായിട്ടുള്ള ഈ ഒരു അനുയോജ്യമായിട്ടുള്ള ഫലം, ഔട്ട്കം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? നമുക്ക് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിലധികം പ്രോസസ്സ് ആവശ്യമാണ്. അതായത് ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഒതുങ്ങി നിൽക്കുന്നതല്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഇന്റർ റിലേറ്റഡ് പ്രോസസ്സ് ആവശ്യമാണ്. കണ്ടോ? While it is often multiple interrelated process that are required to achieve the ideal outcome, these all must function. ഇത് എങ്ങനെ പ്രവർത്തിക്കണം എന്നാ പറഞ്ഞേക്കണേ? Consistently and as a unit to thrive. എന്താ? ഇവയെല്ലാം സ്ഥിരമായി പ്രവർത്തിക്കുകയും അതിന് അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് ഒരു യൂണിറ്റ് ആയിട്ട്, ഒറ്റൊരു യൂണിറ്റ് ആയിട്ട് അത് പ്രവർത്തിക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അതിൽ നിന്നുള്ള ഒരു ഔട്ട്കം നമുക്ക് കിട്ടുള്ളൂ. Then, once the standardized individual process require a continuous assessment and appropriate optimization if area needing improvement are identified and achieve the ideal outcome. Okay, next. അതിനകത്ത് ഞാൻ നോട്ട് ചെയ്തിട്ട് ആ ഫസ്റ്റ് സെന്റൻസ് ആ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. യൂണിറ്റ് ടു thrive. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ അവിടെ. അത് ആ സെന്റൻസ് തന്നെ വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്?
നോക്കി ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ, അതായത് ഞാൻ ഇവിടെ ഒന്ന് യൂണിറ്റ് ടു ത്രൈവ് എന്ന് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ ആ ഒരു സെന്റൻസ് ഇത്രയും ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി. അവിടെ ഞാൻ റെഡിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വേണ്ട, അത് വീണ്ടും ആ സെന്റൻസ് തന്നെ വീണ്ടും വന്നേക്കുന്നതാണ് കേട്ടോ. ഐഡന്റിഫൈഡ് വരെ അങ്ങനെ ഓക്കെ, ആ സെന്റൻസ് തന്നെയാണ് അവിടെ മുന്നേ പറഞ്ഞില്ലേ, ആ സെന്റൻസ് തന്നെയാണ് വീണ്ടും അവിടെ വന്നേക്കണം. കണ്ടോ വൺസ് അതെ ഞാനിപ്പോ ഇവിടെ യെല്ലോയില് ഇട്ടേക്കുന്നത് കണ്ടോ, ആ സെന്റൻസ് തന്നെയാണ് വീണ്ടും അവിടെ വന്നേക്കുന്നത് കേട്ടോ. അത് വേണ്ട അവിടെ. പിന്നെ അത് പറഞ്ഞേക്കുന്നത് എന്താ നോക്കിയേ. Once the standardized individual process require continuous assessment and appropriate optimization, if area needly improvement are identified, achieve the ideal outcome. These all must function consistent as unit to thrive. അവിടെ വരെ യൂണിറ്റ് ടു ത്രൈവ് എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള, നമുക്ക് അതിന്റെ ഏറ്റവും സാധ്യമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് ലഭിക്കുന്നതിന് പലപ്പോഴും പരസ്പര ബന്ധിതമായ ഒന്നിലധികം പ്രക്രിയകൾ, ഇന്റർ റിലേറ്റഡ് പ്രോസസ്, പരസ്പരം ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പ്രക്രിയകൾ ആവശ്യമാണ്. എങ്കിലും ഇവയെല്ലാം സ്ഥിരമായി പ്രവർത്തിക്കുന്നതിനും അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് അത് പ്രവർത്തിക്കുകയും വേണം. ഇത് രണ്ടും ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതല്ല കേട്ടോ. ഈ യെല്ലോയിലും റെഡിലും തന്നേക്കുന്നത് ആ സെന്റൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഐഡന്റിഫൈഡ് വരെയും അവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വേണ്ട, അതങ്ങനെ നിങ്ങൾ വെട്ടി കളഞ്ഞേക്കാം ഉണ്ടെങ്കിൽ. ഇനി അടുത്ത് നോക്കിയേ. For a cardiac arrest patient, the process begins in the moment 911 is called and continues through the assessment by EMS. Handoff to the emergency department team. Performance of advanced cardiac life support protocol and throughout the patient hospital stay. Okay. നമ്മൾ ഒരു കാർഡിയാക് അറസ്റ്റ് പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് നമുക്ക് അവിടെ അവർക്ക് ആ ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ആ പ്രോസസ്സ് ആരംഭിക്കുന്നത് എങ്ങനെയാ, ഏത് സമയം മുതലാ? ബിഗിൻസ് ദ മൊമെന്റ് 911 is called and continues through the assessment by the EMS. എമർജൻസി മെഡിക്കൽ സർവീസ് ആണ് EMS എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഈ 911 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആണ്. 911 യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആണ്. ഇവിടെ നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? ഫോർ എ കാർഡിയാക് അറസ്റ്റ് പേഷ്യന്റ് ദ പ്രോസസ് ബിഗൻ ദ മൂവ്മെന്റ് ഓഫ് 911 ഈസ് കോൾഡ്. അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് ഒരു കാർഡിയാക് അറസ്റ്റ് പേഷ്യന്റ് ആണെങ്കിൽ അവിടെ പ്രോസസ്സ് അവരുടെ ട്രീറ്റ്മെന്റിന് പ്രോസസ്സ് ആരംഭിക്കുന്നത് ഏതാണ്? 911ലേക്ക് കോൾ ചെയ്യുമ്പോഴാണ്. 911 എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആണ്. Through and continuous through assessment by EMS. EMS എന്താ? എമർജൻസി മെഡിക്കൽ സർവീസ്. To the emergency department and hand off to the emergency department team. Emergency department teamന് അത് അവര് hand off ചെയ്യുന്നു. The performance of advanced cardiac life support protocol. എന്ത് ചെയ്യുന്നു? ആ advanced cardiac life support പ്രോട്ടോകോൾ പെർഫോം ചെയ്യുന്നു, നിർവഹിക്കുന്നു. And just throughout the patient hospital stay. ഏതാണ്? ഹോസ്പിറ്റൽ സ്റ്റേ. ആ സ്റ്റേയിലുടനീളം അവർക്ക് അതിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അതാണ് നമ്മൾ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. 911 ആദ്യം കോൾ ചെയ്യുന്നു. കാർഡിയാക് അറസ്റ്റ് പേഷ്യൻസ് ആണെങ്കിൽ ആ പ്രോസസ് ആരംഭിക്കുന്നത് 911 കോൾ ചെയ്യുന്നു. എന്നിട്ട് EMS ഇലക്ട്രോണിക് മെഡിക്കൽ
സർവീസ് ആണ് EMS. അത് EMSലൂടെ കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെന്റ് നടത്തുന്നു, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ടീമിന് കൈമാറുന്നു, പെർഫോമൻസ് ഒരു കാർഡിയാക് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോള് അത് നിർവഹിക്കുന്നു. അതെങ്ങനെയാ ത്രൂ ഔട്ട് ദ ഹോസ്പിറ്റൽ പേഷ്യൻസ് ഹോസ്പിറ്റൽ സ്റ്റേയില് ഉടനീളം. While each aspects of care providers different services, each must be standardized and eventually optimized to achieve the ultimate goal of getting the patient home stay with the minimal morbidity. Underline ചെയ്യാനായിട്ട് ഇവിടെ അണ്ടർലൈൻ ചെയ്യല്ല. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയാണ് കേട്ടോ, മോർബിഡിറ്റി. ഇനി നോക്കി അവിടെ എന്താ പറഞ്ഞേക്കുന്നത്, മോർബിഡിറ്റി. While each aspects of care providers different services, each must be standardized and eventually optimized to achieve the ultimate goal of getting the patient home stay safely with the minimal morbidity. ഓരോ കെയർ നമ്മൾ കൊടുക്കുന്ന ഓരോ കെയർ ആ പരിചരണത്തിന്റെ ഓരോ വശവും വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള സർവീസുകൾ നൽകുമ്പോൾ ആ ചുരുങ്ങിയ ഒരു രോഗാവസ്ഥയിൽ പോലും പേഷ്യന്റിനെ സുരക്ഷിതമായിട്ട് നമ്മൾ വീട്ടിലെത്തിക്കുക എന്ന ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതാണ്. ആ ഒരു നിലവാരം കൈവരിക്കുന്ന ഓരോ നിലവാരം പുലർത്തുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യുകയും വേണം. അത് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ അത് പ്രായോഗികമാക്കുക, അല്ലെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരിക. ആ പേഷ്യന്റിന് കൊടുക്കുന്ന ഓരോ പരിചരണത്തിന്റെ ഓരോ വശങ്ങളും അത് പല രീതിയിലുള്ള സർവീസുകൾ ആ പേഷ്യന്റിന് നൽകുമ്പോൾ അവരുടെ ആ ഒരു രോഗാവസ്ഥയില് പേഷ്യന്റിനെ സുരക്ഷിതമായിട്ട് തന്നെ അവരെ വീട്ടിലെത്തിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്യണം. പിന്നെ അടുത്ത് നോക്കിയേ, എൻഹാൻസ്മെന്റ് ഈസ് കീ ടു സക്സസ്. ഏതാണ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ? മെച്ചപ്പെടുത്തലാണ്. നമ്മൾ ആ വിജയത്തിലേക്കുള്ള ഒരു കീ എന്ന് പറയുന്നത് എന്താണ്? ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലാണ് വിജയത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച ആ പാരഗ്രാഫില്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ തുടങ്ങിയ പാരഗ്രാഫില് രണ്ടെണ്ണം നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. 3 പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തില്ല. ഫസ്റ്റ് സെന്റൻസ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. Process approach is key to achieving the consistent desired outcome എന്നുള്ളത്. പിന്നെ നമ്മൾ കാർഡിയാക് അറസ്റ്റ് പേഷ്യന്റ് പ്രോസസ് ആരംഭിക്കുന്ന ഏതാ? 911 കോൾ ചെയ്യുമ്പോഴാണ്. പിന്നെ അടുത്തത് നമ്മൾ ഒരു വിജയത്തിലേക്കുള്ള ഒരു കീ എന്ന് പറയുന്നത് ഏതാണ്? മെച്ചപ്പെടുത്തലാണ്. എൻഹാൻസ്മെന്റ് ഈസ് കീ ടു സക്സസ്. വിജയത്തിലേക്കുള്ള ഒരു വഴി. By continually collecting the data and assessing the outcome, opportunities for enhancement come to light and are addressable. അതൊന്ന് ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ. By continually collecting the data, തുടർച്ചയായിട്ട് നമ്മൾ പേഷ്യൻസിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിലൂടെയും അവരുടെ ഔട്ട്കം, അവരുടെ ഫലം അസസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് മെച്ചപ്പെടുത്താനുള്ള അവസ്ഥകൾ നമുക്ക് വെളിച്ചത്ത് വരുന്നു. കം ടു ലൈറ്റ് ആൻഡ് അഡ്രസ്സബിൾ. അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു എൻഹാൻസ്മെന്റ് മെച്ചപ്പെടുത്താനുള്ള ഒരു വഴി, അല്ലെങ്കിൽ ഏത് രീതിയിലൂടെയാണ്? നമുക്ക് ആ ഡേറ്റാസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിലൂടെയും ആ പേഷ്യൻസിന്റെ ഔട്ട്കംസ് അസസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ വെളിച്ചത്ത് വരുന്നു. ഓക്കെ, ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിടെ അങ്ങനെ ചോദിക്കാം, ബൈ കണ്ടിന്യൂസ്ലി കളക്ടിങ് ദ ഡേറ്റ ആൻഡ് dash opportunity for enhanced outcome to light and addressable എന്ന് ചോദിക്കാം കേട്ടോ. രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. The entire,
the end result is better quality through improved performance, outcome, and customer satisfaction. അതിന്റെ end result എന്താണ്? നമ്മൾ കൊടുക്കുന്ന ആ ഒരു നല്ലൊരു പരിചരണം അല്ലെ, അവർക്ക് ആ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ നൽകുന്നതിലൂടെ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? is the better quality through improved performance, outcome, and customer satisfaction. മെച്ചപ്പെട്ട പ്രകടനം, അതിന്റെ ഔട്ട്കം, ഉപഭോക്താക്കളുടെ സംതൃപ്തി എന്നിവ മികച്ച അതിന്റെ ഒക്കെ ഒരു മികച്ച ഗുണനിലവാരമാണ് ആ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. is better quality, is the better quality. The end result is the better quality. അണ്ടർലൈൻ ചെയ്തിട്ട് end result എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നല്ലൊരു ക്വാളിറ്റി ആണ്, നല്ലൊരു ക്വാളിറ്റി സർവീസ്, അതാണ് അതിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാ? ത്രൂ ഇംപ്രൂവ്ഡ്, ആ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ, അവർക്ക് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ, കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്തുന്നതിലൂടെ നമുക്കൊരു നല്ലൊരു അതിന്റെ റിസൾട്ട്, അതായത് ബെറ്റർ ക്വാളിറ്റി എന്നുള്ള ആ ഒരു റിസൾട്ടിലേക്ക് വരും. ഇനി അടുത്തത് റൂട്ട് കോസ് അനാലിസിസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി, അവിടെ റൂട്ട് കോസ് അനാലിസിസ് എന്നാണ് കേട്ടോ. റൂട്ട് കോസ് ആണ്, CAUSE. റൂട്ട് കോസ് അനാലിസിസ്. ടെക്സ്റ്റ് ഒന്ന് നോക്കി, ടെക്സ്റ്റില് റൂട്ട് കോസ് ആണ് കേട്ടോ. അവിടെ എഴുതിക്കോ RCA എന്ന് നമുക്ക് ഷോർട്ട് ചെയ്ത് എഴുതാം. RCA, റൂട്ട് കോസ് അനാലിസിസ്. ആൻഡ് ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട് അനാലിസിസ്. അപ്പൊ രണ്ട് അനാലിസിസ്. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾസിന് ഈ ഒരു ക്വസ്റ്റ്യൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? രണ്ട് മെത്തേഡുകൾ, ആ ഒരു സെന്റിനൽ ഇവന്റ്സ് മെഷർ ചെയ്യാനായിട്ടുള്ള ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് റൂട്ട് കോസ് അനാലിസിസും ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട് അനാലിസിസ്. FMEA അതിന്റെ ഒന്ന് ഷോർട്ട് ഫോം എഴുതി വെച്ചു. റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ RCA എന്നാണ്. RCA, റൂട്ട് കോസ് അനാലിസിസ്. RCA. ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട് അനാലിസിസ് FMEA. രണ്ടെണ്ണം കിട്ടിയോ? ഏതൊക്കെയാ രണ്ട് മെത്തേഡ്? ഏതാണ്? റൂട്ട് കോസ് അനാലിസിസ് ആൻഡ് ഫെയിലിയർ. And failure mode and effect analysis are the two methods. നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ്. എന്തിന്? used to examine sentinel events and promote improvement within a healthcare system. ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ നമ്മള് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, സെന്റിനൽ ഇവന്റ്സ് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് റൂട്ട് കോസ് അനാലിസിസും ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട് അനാലിസിസും. സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻസിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള രോഗത്തിന്റെ ആ ഒരു അവസ്ഥ, അതിന്റെ പേഷ്യൻസിന് എന്താ പറയാ, അതുമായിട്ടൊന്ന് ഒരു പേഷ്യന്റിന്റെ രോഗത്തിന്റെ സ്വാഭാവികായിട്ടുള്ള ഗതിയുമായി ബന്ധമില്ലാതെ ഒരു പേഷ്യന്റിന്റെ മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും കലാശിക്കുന്ന ഒരു ആരോഗ്യ പരിപാലന ക്രമീകരണത്തിലെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ആക്സിഡന്റൽ ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സെന്റിനൽ ഇവന്റ്സ് അതിനെ എക്സാമിൻ ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്മെന്റ് അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് റൂട്ട് കോസ് അനാലിസിസും ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട് അനാലിസിസും. ആ രണ്ട് പേര് നോട്ട് ചെയ്ത് വെക്കണം. ഡാഷ് ആർ ദ ടു മെത്തേഡ്സ് അങ്ങനെ ചോദിക്കാം അവിടെ. ഇനി നെക്സ്റ്റ് നോക്കിയേ,
In the medical world, there are occasional morbidity and mortality conferences and a peer review section pertaining to the patient not to have an ideal outcome. In medical world, in medical ലോകത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മോർബിഡിറ്റി എന്ന് വെച്ചാൽ രോഗാവസ്ഥയാണ് കേട്ടോ. മോർബിഡിറ്റി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്ക്. In medical world, there are occasional morbidity and mortality conferences and peer review section pertaining ബന്ധപ്പെട്ട് ഏതുമായിട്ട് to a patient not having an ideal outcome. മെഡിക്കൽ ലോകത്ത് ഈ ഇടയ്ക്ക് ഉണ്ടാകുന്ന രോഗാവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും മരണനിരക്ക് പോലുള്ള ആ ഒരു സമ്മേളനങ്ങളും പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഔട്ട്കം ഫലം ലഭിക്കാത്തതിനെ കുറിച്ച് ഒരു പിയർ റിവ്യൂ സെക്ഷനുകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. What could have been done better throughout? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ വായിച്ചു പോകുന്നേ ഉള്ളൂ. What could have been done better throughout all stages of care? അല്ലെ, എന്തൊക്കെയാണ് പരിചരണത്തിന്റെ എല്ലാ സ്റ്റേജസിലും എന്തൊക്കെ നമുക്ക് കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? What could have been done better? നമുക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടി കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Was the patient seen and assessed in a timely fashion? ആ ഒരു പേഷ്യൻസിനെ ഒരു സമയബന്ധിതമായി കാണുന്നുണ്ടോ, കണക്കാക്കുകയും അവരെ വിലയിരുത്തുകയും ചെയ്തോ? Was there a missed diagnosis? ഡയഗ്നോസിസ് മിസ് ചെയ്തോ, നഷ്ടപ്പെട്ടോ? Where the appropriate taken function ഉചിതമായിട്ടുള്ള ഒരു രീതി അവിടെ സ്വീകരിച്ചോ? Was there where the appropriate take fashion അവർക്ക് ഉചിതമായിട്ടുള്ള രീതി അവിടെ ഇടപെടലുകൾ നടത്തിയോ? Was there a missed diagnosis? ഇതെന്റെ വീണ്ടും പറഞ്ഞേക്കാട്ടോ. Was there a missed diagnosis മിസ്സായോ? Where the appropriate intervention taken for the clinical picture. അതൊക്കെ നമുക്ക് ഇതിനുള്ള പരിഹാരം എന്താണ്, നമുക്ക് ആ ഒരു റെമഡി അത് നമുക്ക് എന്തൊക്കെയാണ് കേട്ടോ. Where the appropriate intervention taken for clinical picture. ഒരു ക്ലിനിക്കൽ പിക്ചർ ആ ഒരു ചിത്രത്തില് അനുയോജ്യമായിട്ടുള്ള ഇന്റർവെൻഷൻസ് അത് സ്വീകരിച്ചോ? Was there a range in the standards of care? അവർക്ക് കൊടുത്ത ആ പരിചരണത്തിന്റെ ആ ഒരു കെയർ അതിന് നല്ലൊരു ഇത് എന്താ പറയാ ഇത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അതിന് സാധ്യമായിട്ടുള്ള ഒരു റെമഡി, അതിന് പരിഹാരം കാണിക്കാൻ കഴിയോ? ഈ ബെഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. പരിചരണത്തിന്റെ നിലവാരത്തില് എന്തെങ്കിലും വീഴ്ചകള് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? What can possibly remedy this? ഇനി ഇതിന് പരിഹാരം കാണാൻ കഴിയുമോ? അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചേക്കണേ. അതിൽ നിന്നൊന്നും നമുക്ക് എന്തായാലും ഓപ്ഷൻസ് ഇടാൻ ക്വസ്റ്റ്യൻ വരാനുള്ളതില്ല. അപ്പൊ അതുകൊണ്ട് വെറുതെ നമ്മൾ വായിച്ചോളൂ. ഇനി നോക്കിയേ, evidence based decision making is the evaluation of fact, evidence, cause and effective relationship and other data that will allow for the delivery of the best products or services. Okay, evidence driven decision making, അതായത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഒരു മികച്ച ഒരു നല്ലൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസോ നൽകുന്നതിന് അതിന് അനുബന്ധമായിട്ടുള്ള ഫാക്ട്, തെളിവുകള്, കാരണമായിട്ടുള്ള ബന്ധങ്ങള്, മറ്റ് ഡേറ്റ എന്നിവയുടെയൊക്കെ ഒരു മൂല്യനിർണ്ണയമാണ് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിരുന്ന പാരഗ്രാഫിൽ ഡാഷ് ഈസ് ദ ഇവാലുവേഷൻ ഓഫ് ഫാക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റൻസ് അതുപോലെ തന്നെ ചോദിക്കാം. ആ ഒരു പാരഗ്രാഫില് ആ ഒരു പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്,
എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ്, ദാറ്റ് ഈസ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. ഒരു മികച്ച ഒരു നല്ലൊരു പ്രൊഡക്റ്റോ സർവീസോ നൽകുന്നതിന് അതിന് അനുവദിക്കുന്ന ഫാക്ട്സ്, വസ്തുതകള്, അതിന് കാരണമാകുന്ന പ്രഭാവങ്ങള്, അതുപോലെ തന്നെ മറ്റ് ഡേറ്റ എന്നിവയുടെ ഒരു ഇവാലുവേഷൻ ആണ്. ഇസ് ദ ഇവാലുവേഷൻ, ഇതിന്റെയൊക്കെ ഒരു മൂല്യനിർണയം, അതിന്റെയൊക്കെ ഇവാലുവേഷൻ ആണ് എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പാരഗ്രാഫിൽ അത് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഇനി നോക്കിയേ, by basing decision on fact, process can be standardized, which is more likely to produce consistent and desired result. ആ ബന്ധപ്പെട്ട വസ്തുതകളെ അടിസ്ഥാനമാക്കി നമ്മൾ തീരുമാനമെടുക്കാൻ, അതുപോലെ തന്നെ ആ തീരുമാനമെടുക്കൽ വഴി പ്രക്രിയകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡർഡൈസ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റും. Process can be standardized. എങ്ങനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും? By basing decision on fact, process can be standardized, which is more likely to produce consistent and desired result. നമ്മൾ ആ എവിഡൻസിനെ, ആ വസ്തുതകളെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കല്, ആ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ വഴി നമുക്ക് ആ പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. After changing the process, it is important to continue to monitor outcomes to determine whether the corrective action is reaching the desired endpoint. അത് നമുക്ക് സ്ഥിരമായിട്ടുള്ളതും അതുപോലെ തന്നെ ആവശ്യമുള്ളതുമായിട്ടുള്ള ഫലങ്ങള് നമുക്കത് ഉണ്ടാക്കുന്നതിന് കൂടുതൽ നമുക്ക് എന്തുണ്ട്, അതിനൊരു ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. Then after changing the process, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് മാറ്റിയതിനു ശേഷം, it is important to continue to monitor outcome to determine whether corrective action is reaching the desired endpoint. അപ്പൊ നമുക്ക് ആ ഒരു പ്രോസസ്സ് മാറ്റിയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും തിരുത്തൽ കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അവസാനം അത് എൻഡ് പോയിന്റിലേക്ക് അത് എത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഒക്കെ നിർണ്ണയിക്കാനായിട്ട് നമുക്ക് എന്താണ് ആ ഒരു റിപ്പീറ്റിംഗ് സൈക്കിൾ, ആ ഒരു ആവർത്തന ചക്രത്തിലൂടെ നമുക്ക് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ആ ഒരു അവബോധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. അതിന് ഒരുമിച്ച് ഞാനത് പറഞ്ഞതാട്ടോ. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, അതുപോലെ നമുക്ക് നമുക്കത് റെപ്ലിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അത് വീണ്ടും ആവർത്തിക്കാം. അതാണ് ബൈ റിപ്പീറ്റിംഗ് ദി സൈക്കിൾ ആൻഡ് ഷെയറിംഗ് റിസൾട്ട് വിത്ത് അതർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്വാളിറ്റി കെയർ ആൻഡ് ഐഡിയൽ ഔട്ട്കം ക്യാൻ ബി വൈഡ്ലി റെപ്ലിക്കേറ്റഡ്. നമുക്ക് ഈ ആ ഒരു സൈക്കിള് നമ്മൾ അതിലൂടെ ആവർത്തിക്കുന്നതിലൂടെ മറ്റ് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ടുള്ള അവബോധങ്ങളുമായിട്ടുള്ള ആ ഒരു ഫലങ്ങള് പങ്കിടുന്നതിലൂടെയും നമുക്കൊരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം, അനുയോജ്യമായ ഫലങ്ങള് എന്നിവയൊക്കെ വ്യാപകമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞേക്കുന്നത് ലെവൽ 1 trauma centers have in-house trauma and immediate access to these physician reduced cost, time to intervention, and hospital neurosurgeon around the clock to ensure expected care, because studies and clinical experience have shown that length of stay. അതായത് ലെവൽ 1 ട്രോമ സെന്ററുകൾ, അതിന്റെ ഇൻഹൗസ് ട്രോമകളെയും ഈ ഫിസിഷ്യന്മാരിലേക്ക് അവര് ഉടനടി ആ ട്രോമ സെന്ററിലേക്ക് ഫിസിഷ്യന്മാർക്ക് ഉടനടിയുള്ള പ്രവേശനമുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ചെലവ് കുറയ്ക്കാൻ പറ്റുന്നു. അതിലേക്കുള്ള ഇടപെടാനുള്ള ഒരു സമയം, അതുപോലെ തന്നെ വേഗത്തിലുള്ള ഒരു കെയർ ഉറപ്പാക്കാൻ ഹോസ്പിറ്റൽ ന്യൂറോ സർജന്മാര് ഒരു 24 hours അവിടെ ഇതിന് കൂടെയുണ്ട്. ന്യൂറോ സർജന്മാര് എറൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 24 hours ആണ്. ന്യൂറോ സർജന്മാര്
ഇതാ 24 hours ഉണ്ട്. കാരണം നമുക്ക് ആ ഒരു പഠനങ്ങളും ക്ലിനിക്കൽ അനുഭവങ്ങളും അതൊക്കെ ആ ഒരു എന്താണ് ലെങ്ത് ഓഫ് സ്റ്റേ, ആ ഒരു അവിടെ നിൽക്കുന്ന ആ സ്റ്റേ താമസത്തിന്റെ ഒരു ദൈർഘ്യം കാണിക്കുന്നു. അതെല്ലാം നമുക്ക് ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ പാരഗ്രാഫ് ഫുള്ളൊന്നും നോക്കണ്ട, ആ ഫസ്റ്റ് ആ ഒരു ലൈൻ മാത്രം ഇതിന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമുക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ പ്രിൻസിപ്പിൾസ് ആയതുകൊണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. അത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ കൊടുക്കുന്ന കാര്യങ്ങളാണ് അവിടെ എക്സാമ്പിൾ അടക്കം പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പാരഗ്രാഫ് ആണ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതിലും ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ബാക്കി ഇങ്ങനെ നമുക്ക് അങ്ങനെ വൺ വേർഡിൽ ചോദിക്കാൻ പറ്റുന്ന രീതിയിലല്ല, അത് വെറുതെ എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നേക്കുന്നുള്ളൂ കേട്ടോ. ഈ പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അഥവാ ഇതിന് ചോദിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും ആ പ്രിൻസിപ്പിൾസിന്ന് ചോദിക്കാം. ഇത് ഫുള്ള് നമ്മൾ അത് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതാണ് relationship management is essential for a organization to thrive. Thrive എന്ന് വെച്ചാൽ അഭിവൃദ്ധി പ്രാപിക്കുക. ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിനെ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് എന്തിനു കഴിയും? റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. Dash is essential for an organization to thrive. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. എല്ലാവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അത്യാവശ്യമാണ്. Supportive relationship with the suppliers, retailers, monetary providers, and the partners must be maintained, as well as a common understanding of goals across all parties. Shared goals and understanding also ensure a reliable supply chain to allow the institution to deliver high quality care to its patient consistently. അത്രയും നമ്മൾ ഒരുമിച്ച് അതാണ് പറയാം. അതായത് നമ്മൾ സപ്ലയർമാര്, പിന്നെ അതുപോലെ തന്നെ റീറ്റെയിലർമാര്, ചില്ലറ വിൽപ്പനക്കാര്, അതുപോലെ തന്നെ മോണിറ്ററി പ്രൊവൈഡേഴ്സ്, പണദാതാക്കള്, അതായത് പാർട്ട്നേഴ്സ്, പങ്കാളികള് എന്നിവരുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതിന് എല്ലാ കക്ഷികളുമായിട്ടുള്ള ഒരു എല്ലാ കക്ഷികളും ആ ഹോസ്പിറ്റലിന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും പൊതുവെയുള്ള ധാരണയും അതുപോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അത് അവര് മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുകയും വേണം. അതിലൂടെ നമുക്ക് പേഷ്യൻസിന് എന്ത് കൊടുക്കാൻ പറ്റും? സ്ഥിരമായിട്ടുള്ള ഒരു ഉയർന്ന നിലവാരമുള്ള ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു വിശ്വസ്തമായിട്ടുള്ള സപ്ലൈ ചെയിൻ അലൗ ചെയ്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്ന ആ സർവീസുകള് അതിന് നമ്മൾ നല്ല ക്വാളിറ്റി നമ്മൾ വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള സപ്ലയർമാര്, റീറ്റെയിലർമാര്, പാർട്ട്നേഴ്സ് ഇതെല്ലാവരും എന്ത് ചെയ്യണം? നമുക്ക് എല്ലാ നല്ലൊരു ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകാൻ അങ്ങനെ പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്ലൈ ചെയിന് അവിടെ ഹോസ്പിറ്റലിൽ ഉറപ്പുവരുത്തണം എന്നാ പറഞ്ഞിട്ടുള്ളത്. For instance, donation to the hospital allow new interventional radiology suite to be built with the highest level of technology so that the patient can be assessed quicker, and the providers must more space and resources for treatment. ഉദാഹരണത്തിന് നമ്മൾ പറയണം, ഈ ഒരു സംഭവത്തിന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്ന എന്തെങ്കിലും സംഭാവനകള്, ഉയർന്ന തരത്തിലുള്ള ടെക്നോളജി, ഇതെല്ലാം ഉപയോഗിച്ച് ഒരു പുതിയ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജി അത് സ്യൂട്ട്, ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജി സ്യൂട്ട് നിർമ്മിക്കാനായിട്ട് അനുവദിക്കുന്നു. ഈ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് നല്ലൊരു ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജി സ്യൂട്ട് നിർമ്മിക്കാൻ അവര് അനുവദിക്കുന്നു. അതുവഴി നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ഇത് ഹോസ്പിറ്റലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ, പേഷ്യൻസിന് വേഗത്തിൽ അസസ് ചെയ്യാൻ പറ്റും.
highest level of technology so that the patient can be assessed quicker. Patients-ന് അത് പെട്ടെന്ന് ഈ നല്ല രീതിയിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് അത് അസസ് ചെയ്യാൻ പറ്റും. കൂടാതെ പ്രൊവൈഡേഴ്സിന് ചികിത്സയ്ക്കായിട്ട് പ്രൊവൈഡേഴ്സ് more space and resources for treatment. അത് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് കൂടുതൽ സ്പേസും അതുപോലെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ റിസോഴ്സുകളും അനുവദിക്കാനും കഴിയും. അത്രയൊക്കെയാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കണേ. ഇത് മൊത്തം ക്വാളിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നല്ലൊരു ബെറ്റർ ഒരു പേഷ്യന്റ് കെയർ കൊടുക്കാൻ, നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മൊത്തത്തില് ആ പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ നല്ല ലാസ്റ്റ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റലില് നല്ലൊരു ഇന്റർവെൻഷൻ റേഡിയോളജി സ്യൂട്ട് നിർമ്മിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു നല്ലൊരു അവർക്ക് ആ ഒരു കെയറിലേക്കുള്ള ഒരു പെട്ടെന്നുള്ള ഒരു പ്രവേശനം സാധ്യമാകുന്നു. ആ ഹയസ്റ്റ് ടെക്നോളജി അല്ലെ, അതായത് ഒരു നല്ലൊരു ടെക്നോളജി ഹോസ്പിറ്റലിൽ അത് വന്നു കഴിഞ്ഞാലായിട്ട് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, അത് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ആ പ്രൊവൈഡേഴ്സിന് കൂടുതൽ സ്പേസും ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ റിസോഴ്സുകളും അനുവദിക്കാൻ പറ്റുന്നു. ആ രണ്ട് പാരഗ്രാഫിൽ നിന്നും ആദ്യത്തെ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ. അല്ലാതെ ഫുള്ള് ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ഇത് വരും. കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു പോയി. അതിനകത്ത് മൊത്തത്തിൽ ഒരു ഓവറോൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് ക്വാളിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലില് പേഷ്യൻസ് കൊടുക്കുന്ന ആ കെയർ അതിന്റെ ക്വാളിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഈ പാരഗ്രാഫ് ഈ 2 പേജുകളിലായിട്ട് മൊത്തം പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ലാസ്റ്റ് പാരഗ്രാഫില് ആ ഡാഷ് ഇട്ട് അവിടെ ചോദിക്കാം, ഡാഷ് ഈസ് എസെൻഷ്യൽ ഫോർ ആൻ ഓർഗനൈസേഷൻ ടു ത്രൈവ്, ഇതാ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, അത് അണ്ടർലൈൻ ചെയ്തില്ല. പിന്നെ അതിന്റെ മുകളിലത്തെ പാരഗ്രാഫില് എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് അവിടെ ഡാഷ് ഇട്ട് കൊടുക്കാം. സെന്റൻസ് അതുപോലെ വരും. ഡാഷ് ഈസ് ആൻ ഇവാലുവേഷൻ ഓഫ് ഫാക്ട്സ്, എവിഡൻസ്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇതിന്റെ ഒരു ഇവാലുവേഷൻ ആണ് എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ്. ആ 2 പാരഗ്രാഫിൽ നിന്നും ആദ്യത്തെ 2 സെന്റൻസുകൾ അണ്ടർലൈൻ ചെയ്തില്ല. പിന്നെ നമ്മുടെ 2 അനാലിസിസ് 2 മെത്തേഡാ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന സെന്റിനൽ ഇവന്റ്സുകൾ, അതായത് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങൾ അല്ലെ, അത് എക്സാമിൻ ചെയ്യാൻ ഇംപ്രൂവ്മെന്റ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്മെന്റ് മെച്ചപ്പെടുത്തലുകൾ പ്രൊമോട്ട് ചെയ്യാനുള്ള 2 മെത്തേഡ് ഏതൊക്കെ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം കേട്ടോ. ആ 2 മെത്തേഡ് ഏതാണെന്നും ചോദിക്കാം. റൂട്ട് കോസ് അനാലിസിസും അടുത്തതാണ് ഫെയിലിയർ മോഡ് ആൻഡ് എഫക്റ്റ് അനാലിസിസും. അത് അണ്ടർലൈൻ ചെയ്തിടുന്നു. ഓക്കെ, മൂന്നാമത്തത്. ഇനി എന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, ബെറ്റർ ക്വാളിറ്റി ആണ്. നമ്മൾ ഈ പറയുന്ന എല്ലാത്തിന്റെയും ഒരു അവസാന ഇതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി പ്രിൻസിപ്പിൾസും ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഒരു അവസാന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ബെറ്റർ ക്വാളിറ്റി ആണ്. അത് എഴുതിക്കൂടെ, ബെറ്റർ ക്വാളിറ്റി എങ്ങനെ നമുക്ക് കിട്ടും? ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്ത ഔട്ട്കം കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്തുന്നതിലൂടെ നല്ലൊരു ക്വാളിറ്റി കിട്ടും. അതാണ് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് ഒക്കെ നമ്മൾ കൊണ്ടുപോയോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്റെ അവസാനത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റി. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വിജയത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? എൻഹാൻസ്മെന്റ് ആണ്, ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലാണ്. ഡാഷ് ഈസ് കീ ടു സക്സസ്, ഏതാ? എൻഹാൻസ്മെന്റ്. ഇനി അടുത്ത നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തത് എങ്ങനെ? ബൈ കണ്ടിന്യൂലി കളക്ടിങ് ദ ഡേറ്റ ആൻഡ് അസസിങ് ദ ഔട്ട്കം, then opportunity for enhancement to come to light and അതിലേക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ആ ഒരു ഇംപ്രൂവ്മെന്റിലേക്ക് എങ്ങനെ അതിനുള്ള അവസരം ഏതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും? ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിലൂടെ, ഔട്ട്കംസ് അസസ് ചെയ്യുന്നതിലൂടെ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, പിന്നെ അതിന്റെ മുന്നത്തെ cardiac arrest patient, the process begins
dash. എപ്പോഴാണ് ആരംഭിക്കുന്നത്? The moment 911 is called. 911 അതിലേക്ക് വിളിക്കുന്നതിലൂടെയാണ് ആ ഒരു പ്രോസസ്സ് ആരംഭിക്കുന്നത്. 911 എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആണ് 911. പിന്നെ അവിടെ താഴെ EMSന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് എഴുതി വെക്കണം. എമർജൻസി മെഡിക്കൽ സർവീസ്. എമർജൻസി മെഡിക്കൽ സർവീസ്. പിന്നെ അടുത്തത് നമ്മള് പിന്നെ ഡാഷ് ഈസ് കീ ടു അച്ചീവിംഗ് ദ കൺസിസ്റ്റന്റ് ഡിസൈഡ് ഔട്ട്കം. ഏതാ? പ്രോസസ് അപ്രോച്ച്. സ്ഥിരമായിട്ടുള്ള ഒരു ആവശ്യമുള്ള ഒരു ഔട്ട്കം, ഫലം നമുക്ക് നേടിയെടുക്കുന്നതിന് പ്രോസസ് അപ്രോച്ച് നിർണായകമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തെടുക്കാം. ഇത്രയും ഇതിൽ പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കി ടെക്സ്റ്റിലുള്ളത് കൊണ്ട് നമുക്ക് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഈ അണ്ടർലൈൻ ചെയ്തിട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? എല്ലാവർക്കും എല്ലാവരും പോയിന്റ് ഒന്നും കിട്ടണമെന്നില്ല, അത് കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്തിട്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അല്ലാതെ കുറേ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് വൺ വേയുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു കഥ പോലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമ്മള് മെഡിക്കൽ ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സിമ്പിൾ ചാപ്റ്റർ ആട്ടോ, ഇത്ര ടഫായിരുന്നു എന്ന് തോന്നുന്നു. ഇനി അടുത്തത് 7ാമത്തെ ചാപ്റ്റർ ആണ്. എളുപ്പമുള്ള ചാപ്റ്റർ, ഹോസ്പിറ്റൽ എമർജൻസി കോഡ്സ്. കേട്ടിട്ടുണ്ടോ കോഡുകള്, ഹോസ്പിറ്റൽ എമർജൻസി കോഡുകളെ കുറിച്ച്? എന്താമത്തെ നിങ്ങളുടെ പേജ് നമ്പർ ഒന്ന് പറയൂ. അത് ഹോസ്പിറ്റൽ എമർജൻസി കോഡ് 7ാമത്തെ ചാപ്റ്റർ ആണ്. ടെക്സ്റ്റിൽ നിങ്ങളുടെ എത്ര പേജ് കിടക്കുന്നത്? 190. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റൽ എമർജൻസി കോഡ്. ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള എമർജൻസികള് അതിനെ കുറിച്ച് നമ്മുടെ സ്റ്റാഫിനെ അറിയിക്കാനാട്ടോ. ഹോസ്പിറ്റലിൽ നടക്കുന്ന പലതരത്തിലുള്ള എമർജൻസിനെ കുറിച്ച് സ്റ്റാഫിനെ വേഗത്തിൽ അറിയിക്കാനും അതിന് വേഗത്തിലുള്ള ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം ഉറപ്പാക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു കളർ കോഡഡ് സംവിധാനങ്ങളാണ് ഹോസ്പിറ്റൽ എമർജൻസി കോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതേക്കുറിച്ച് നമ്മൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അതിനുള്ള വേഗത്തിലുള്ള ഒരു പ്രതികരണം അറിയിക്കുന്നതിനുമുള്ള യോജിച്ചതുമായിട്ടുള്ള ഒരു പ്രതികരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കോഡുകളാണ് ഹോസ്പിറ്റൽ എമർജൻസി കോഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഇപ്പൊ കളർ കോഡ് റെഡ് എന്ന് പറയാണ്. അപ്പൊ റെഡ് എന്ന് പറഞ്ഞാൽ ഫയർ ആണ് കാണിക്കുന്നത്. ഫയർ, അത് നിങ്ങൾക്ക് ഓരോ കോഡുകൾ പഠിക്കാനുണ്ട്. അതെന്തായാലും ചോദിക്കും എക്സാമില്. ഓരോ കോഡുകളും ഏതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കും. ഫയർ എന്ന് പറയുന്നത് നമ്മൾ കോഡ് റെഡ് ഫയറിനെ കാണിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലില് എന്തെങ്കിലും പെട്ടെന്ന് ആകസ്മികമായിട്ട് എന്തെങ്കിലും ഒരു തീപിടുത്തോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ അവിടെ നിന്ന് എല്ലാവരെയും അറിയിക്കുമ്പോൾ പേഷ്യൻസ് എല്ലാവരും പരിഭ്രാന്തരാകും. വേറെ വലിയ പല അപകടങ്ങളും സംഭവിക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റാഫുകളെ മാത്രം അപ്പൊ അവരവിടെ നിന്ന് ഇതിന്ന് വിളിച്ചു പറയും. അതായത് പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉണ്ട്, സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതിൽ കൂടെ അവര് കോഡ് റെഡ് അങ്ങനെ 3 പ്രാവശ്യം പറയും. അപ്പൊ അത് അനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഓരോ സെക്ഷനിലേക്കും ആ കോഡ് റെഡ് എന്ന് പോകുമ്പോൾ സ്റ്റാഫുകൾ എന്താ മനസ്സിലാക്കുക? അല്ലാതെ അവിടെ തീപിടുത്തം ഉണ്ടായെന്ന് ഉറക്കം വിളിച്ച് പറയാൻ പറ്റോ? ഇല്ല. അപ്പൊ അത് അവർക്ക് അതിനെക്കുറിച്ച് ഓരോ കോഡുകൾ ഏതാണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ കോഡ് റെഡ് എന്ന് പറയുമ്പോൾ എന്താ? ഹോസ്പിറ്റലില് എവിടെയെങ്കിലും അത് എന്താ ഫയർ ഉണ്ടായിട്ടുണ്ട്, ഇവിടുത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ സ്റ്റാഫിനെയൊക്കെ അറിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹോസ്പിറ്റൽ എമർജൻസി കോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ
നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ ഒന്ന് അടുത്ത ക്ലാസ്സിൽ തുടങ്ങിയാൽ മതി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് എന്തെങ്കിലും ഹൃദയസ്തംഭനമായിട്ട് പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടേ, മറ്റുള്ള സ്റ്റാഫുകളൊക്കെ അതിൻ്റെതായ തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, ആ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ കോഡ് ബ്ലൂ എന്ന് പറയും. അപ്പൊ അവർക്ക് എന്താ അവർക്ക് അത് എന്താണ് ആ സ്റ്റാഫുകൾക്ക് അവരെ അറിയിക്കാൻ വേണ്ടിയാണ് കോഡ് ബ്ലൂ ഏതിനെയാ കാണിക്കുന്നത്, കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ് ആണ്. അപ്പൊ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് പേഷ്യൻസ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ പേഷ്യൻസിന് കൊടുക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എമർജൻസി സിറ്റുവേഷൻസിൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വെച്ച് അവർക്കൊരു എന്താ പറയാ അവരൊരു അവയർനെസ് ആയിരിക്കാനും അതിനുള്ള കാര്യങ്ങളും വേഗം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ എമർജൻസി കോഡ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ തുടങ്ങിയാൽ ഇത് സിമ്പിൾ ആണ് കേട്ടോ. കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് ആ പ്രിൻസിപ്പിൾസ് അതിന് ചോദിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയോ അതിനെ ചോദിക്കുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ആ ഒരു ബേസിൽ നിങ്ങൾ അത് പഠിച്ചാൽ ഇത് ഇത്രയും വലുതാണ്, 2-3 പേജ് ഇങ്ങനെ വെറുതെ കൊടുത്തേക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതിന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ, നമുക്കിത് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ആ അണ്ടർലൈൻ ചെയ്തിട്ടേക്കണത് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് നമ്മൾ എന്താ തന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ചു വെച്ചേ.